അമ്മാളുവിന്റെ പേര് പറഞ്ഞ ഒരാൾ അവിടെ ചെന്നാ അമ്മാളുവിന്റെ പ്രസ് മീറ്റ് നടത്തുന്നത് തടയാൻ വിശ്വനാഥനോട് വെല്ലുവിളിക്കുന്ന നിരഞ്ജന. അച്ഛൻ ഫോഴ്സിനെ ഉപയോഗിച്ച ഒരു ലഹള തന്നെ കടപ്പുറത്തുണ്ടാവും. ഡോക്ടർ ഹിമയെ വിളിക്കാനുള്ള അർച്ചനയുടെ ശ്രമത്തെ കാർത്തിയായനി തടയുന്നു. സത്യത്തിൽ തകരാറാർ കുട്ടികൾ ഉണ്ടാകാത്തത് സുധിക്കാണോ നിരഞ്ജനയ്ക്കാണോ എന്ന സംശയം ഫൈസി വിശ്വനാഥനോട് പറയുന്നു. ഫൈസിക്ക് എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? അവളുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയതാ. എനിക്ക് അവളെ കണ്ടെത്തണം. അർച്ചനയെ കണ്ടെത്തണമെന്ന് നിരഞ്ജന സ്നേഹയോട് പറയുന്നു. രാത്രി മഴ തുടരുന്നു. ഹലോ, ഡോക്ടർ ഹിമ വാസുദേവ്. മാഡം. ആരാ? പറയൂ. മാഡം, ഞാൻ അർച്ചനയാ. എന്നെ ഓർക്കുന്നുണ്ടോ മാഡം? മാഡത്തെ കാണാൻ ഞാൻ വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത് മാഡോ? ഓ, അർച്ചന. തന്നെ ഞാൻ എങ്ങനെ മറക്കാനാ? മാഡം, എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാനിപ്പോ ഹോസ്പിറ്റലിലാ. അപ്പോ ഡെലിവറി കഴിഞ്ഞോ? ഞാനൊരാളെ കൊണ്ട് മാഡത്തെ വിളിപ്പിച്ചിരുന്നു ഇന്നലെ. മാഡം വരുമെന്ന് വാക്കും പറഞ്ഞതല്ലേ. ഞാനും എന്റെ മോനും മാഡത്തെ ഇവിടെ കാത്തിരിക്കുക. അർച്ചന എന്താ പറയുന്നത്? എന്നെ അർച്ചനയുടെ കാര്യം പറഞ്ഞ ആരും വിളിച്ചിട്ടില്ല. സത്യമാ ഞാൻ പറയുന്നേ, എന്നെ ആരും വിളിച്ചിട്ടില്ല. അപ്പോ അവരെന്നെ ചതിച്ചതാ. ഞങ്ങളെ രക്ഷിക്കണം മാഡം. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഡിസ്ചാർജ് ചെയ്തു മാഡം. വണ്ടി കാത്തിരിക്കുക. എന്നെ കുഞ്ഞിനെ അവർ കൊണ്ടുപോകും. അർച്ചന, ഞാനിപ്പോ എറണാകുളത്താ ഉള്ളത്. ഹസ്ബൻഡിനെ യാത്രയാക്കാൻ വന്നതാ. ഞാനവിടെ എത്തുമ്പോ എന്തായാലും രാത്രിയാവും. ഡിസ്ചാർജ് വാങ്ങി പോകുന്ന സ്ഥലം അർച്ചനയ്ക്ക് അറിയില്ലേ? അറിയാം. ആ സ്ഥലം എവിടെയാണെന്ന് അർച്ചന പറഞ്ഞു തന്നാ മതി. രാവിലെ ഞാൻ അവിടെ എത്തും. രാവിലെ ഞാൻ വരാം. ധൈര്യമായിട്ടിരിക്കും. മറക്കല്ലേ മാഡം. ഇനി എനിക്ക് വിളിക്കാൻ സൗകര്യം കിട്ടില്ല. ഞാനല്ലേ വാക്ക് തരുന്നത്. രാവിലെ നമുക്ക് കാണാം. ശരി. വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു സഹായമല്ലേ. ശരിയെന്നാ. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് മോനെ. ആരൊക്കെ നമ്മളെ ചതിച്ചാലും നമ്മൾ രക്ഷപ്പെടും. അമ്മയുടെ കൂടെയുള്ളത് ഉണ്ണിക്കണ്ണനല്ലേ? എന്തായി അമ്മേ? ഇനി അവിടെ അരിച്ചു പറക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ചിലരൊക്കെ പറയുന്നത് പ്രസവം കഴിഞ്ഞ് പോയിട്ടുണ്ടാകുമെന്ന്. ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആംബ്രോസിനെ അവിടെ വെച്ച് കണ്ടെന്നല്ലേ പറഞ്ഞത്? ആരാ പറഞ്ഞത്? നമ്മുടെ അച്ഛനല്ലേ. അച്ഛൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നത്. എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് അവിടെ ആളെ നിർത്തുവോ? അച്ചുവെച്ചെ കണ്ടുപിടിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കണ്ടെത്തിയിട്ട് നമ്മളെ അറിയിക്കാൻ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുമെന്നാ നീ പറയുന്നത്? അച്ഛൻ മനസ്സിൽ കണ്ടു തന്നെ ചെയ്യും. ഉടനെ SP വിവരം അറിയിക്കാൻ അച്ഛൻ മടിക്കില്ല. SP അറിയിക്കാതെ കാർത്തികേയനുടെ കയ്യിൽ നിന്ന് അച്ചുവേച്ചയും കുഞ്ഞിനെയും തട്ടിയെടുക്കാൻ അച്ഛന് കഴിയില്ല. ഇപ്പൊ ധൃതി പിടിച്ച് ഓടി നടക്കുന്നതിന്റെ ഉദ്ദേശം അതാ. ഒരുമിച്ച് പോയിട്ട് അച്ഛനെവിടെ അമ്മേ? വരുന്ന വഴി കട കയറിയതാ. അച്ഛൻ അമ്മയെ കൊണ്ടുപോകാൻ തയ്യാറായപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. നമ്മുടെ മുന്നിൽ നല്ലവനായി ചമഞ്ഞു നിൽക്കാൻ അച്ഛന്റെ ശ്രമം. നീ ആ മനുഷ്യൻ ഇനിയും കുറ്റം പറയില്ലേ അമ്പിളി? ഞാൻ കുറ്റം പറയുന്നതല്ല അമ്മേ.
അച്ഛനും കാർത്തികേയനെ ഒന്നിക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാ. നീ എന്താ പറഞ്ഞു വരുന്നത്? കാർത്തികേയനയുടെ കൂടെ അച്ഛൻ ചേർന്ന് കാണും. അച്ചുവേച്ചി എവിടെയുണ്ടെന്ന് അച്ഛൻ അറിയാം. അച്ചുവേച്ചി എന്തോ ആപത്തിൽ പെട്ടിരിക്കുക. ഹിമ ഡോക്ടറെ വിളിച്ചെങ്കിൽ അച്ചുവേച്ചി നമ്മളെയും വിളിച്ചേനെ. കുഞ്ഞ് ജനിച്ച അച്ചുവേച്ചിക്ക് പറയാതിരിക്കാനാവില്ല. അതാദ്യം പറയുന്ന നമ്മളോടായിരിക്കും. ആരും വിളിക്കാൻ കഴിയാതെ അച്ചുവേച്ചി തടവില്ല. എന്റെ അച്ചുവേച്ചിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. അർച്ചനെ, ദാ ഈ ചായ കുടിക്ക്. എനിക്കിപ്പോ വേണ്ട ചേച്ചി. കുടിക്ക് അങ്ങോട്ട്. നീ ചൂടോടെ അങ്ങോട്ട് കുടിക്ക്. ഈ വടയും കൂടെ കഴിക്കും. എനിക്കിപ്പോ ഒന്നും വേണ്ട ചേച്ചി. പെറ്റെണ്ണീറ്റതല്ലേ, വയറ് നിറയെ ആഹാരം കഴിക്കണം. വേണ്ടാത്തോണ്ടാ ചേച്ചി. ഓ ഓ സമയം എന്തായി ചേച്ചി? സമയം ഇപ്പൊ 5:30 ആയിട്ടുണ്ട്. ആമ്പ്രോസേട്ടനെ കണ്ടില്ലല്ലോ. അവൻ വരുന്ന വഴി വണ്ടി കേടായി, വർക്ക്ഷോപ്പിൽ നിൽക്കുക. അപ്പോ പോവാൻ ഒരുപാട് വൈകുവോ? പഴയ വണ്ടിയല്ലേ, പെട്ടെന്നൊന്നും പണി തീരുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടി പിടിച്ച് പോകുന്നല്ലേ ചേച്ചി നല്ലത്? അത് നല്ല കാര്യമായി. പഴയ വിലയ്ക്കൊരു വണ്ടി വാങ്ങിയതേ നിന്നെ ഉദ്ദേശിച്ച. അവനിങ്ങ് എത്താറായി. ഇനി ഇവിടുന്ന് ഒരു വണ്ടി പിടിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അവന്മാരെ കാശ് കൂടുതലങ്ങ് എണ്ണി വാങ്ങിക്കും. അല്ല, നീ എന്തിനാ ഇപ്പൊ ധൃതി പിടിക്കുന്നത്? കിടക്കുന്നതേ ആശുപത്രിയിലല്ലയോ? അല്ല, ഡിസ്ചാർജ് ചെയ്തതല്ലേ, പോകുന്നില്ലേന്ന് അവര് ചോദിക്കില്ലേ? അവര് നിന്നോട് ചോദിക്കില്ലല്ലോ, എന്നോടല്ലേ ചോദിക്കത്തുള്ളൂ. വണ്ടി വരാതെ പോകാൻ പറ്റില്ലെന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മതിയെന്ന് അവര് പറഞ്ഞു. അതെ, രാത്രി ചന്ദ്രയുടെ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നതാ നല്ലത്. അവിടെ ചെന്ന് എത്തുന്നത് വരെ നമ്മളൊന്ന് പേടിക്കണം. ചായപ്പിനിപ്പോ ആംബ്രോസിന്റെ പിന്നാലെ നടക്കുക. നിന്റെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്കറിയാം. എന്റെ പേടി ഇപ്പൊ ആ കാലമാടനെയാ. ഓനെ കരയാതെ എന്താ? ഓ ഓ ഓ ഓ ഓ കരയില്ലേ? മോനെ കരയാതെ, നമുക്കിപ്പൊ പോവാം. മാവി കരയില്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കരയില്ലേ? ലോറി ഡ്രൈവർ രാജപ്പൻ. അതെ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഞാൻ അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നറിയാം. ഞാൻ ആരുടെ മരുമകളാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെരുമ്പടപ്പ് വിശ്വനാഥന്റെ മരുമകളാ ഞാൻ, സുധിയുടെ ഭാര്യ. മാഡം എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത്? അതിലേക്കല്ലേ നമ്മൾ വരുന്നത്. രാജപ്പൻ വല്ലാതെ തിടുക്കം കാണിക്കുന്നുണ്ടല്ലോ. മാഡത്തിന് എന്റെ നമ്പർ ആരാ തന്നേ? അതൊക്കെ ബാലിശമായ ചോദ്യമല്ലേ. മുഖവരയൊന്നും വേണ്ട. അർച്ചനയും സുധിയും തമ്മിലുണ്ടായിരുന്ന ബന്ധവും അതിന്റെ ആഴവും എനിക്കറിയാം. അവരെ വേർപെടുത്താൻ നിങ്ങളും സുധിയുടെ അച്ഛനും നടത്തിയ കള്ളക്കളികളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നമ്മൾ രണ്ടുപേർ മാത്രമേ അറിയാവൂ. 2 കാര്യങ്ങളാ എനിക്ക് രാജപ്പനെന്ന് അറിയാനുള്ളത്. അതിന് രാജപ്പന് വേണ്ട പണം ഞാൻ തരാം. 1, അർച്ചന ഇപ്പോഴും അവിവാഹിതയാണോ? അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടെന്നാണ് സുധിയുടെ വീട്ടുകാരെ നിങ്ങൾ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ കരുതുന്നില്ല. അർച്ചനയുടെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ അതെനിക്കൊരു ഭീഷണിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. 2ാമത് അറിയേണ്ടത് അവളുടെ അബോർഷൻ നിങ്ങൾ നടത്തിയോന്നാണ്. അത് മാഡം, സുധിയുടെ അച്ഛനെ കബളിപ്പിച്ച് കാശ് വാങ്ങാനുള്ള ശ്രമമായിരുന്നല്ലേ പറഞ്ഞു വരുന്നത്. അതെന്നോട് നിങ്ങൾ ആവർത്തിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ പെടുത്തുകയും വേണ്ട.
സുധിയുടെ ഭാര്യയായി ജീവിച്ചു പോകാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളാ സംസാരിക്കേണ്ടത്. അർച്ചനയുടെ കല്യാണം കഴിഞ്ഞു. വിശ്വനാഥൻ സാറിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് രാജപ്പൻ എനിക്കും ബോധ്യപ്പെടുത്തി തരണം. എന്റെ രണ്ടാമത്തെ ചോദ്യത്തിനും കൂടി രാജപ്പൻ ഉത്തരം തരണം. അതൊരു കബളിപ്പിക്കലായിരുന്നു എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. സുധിയും അർച്ചനയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നെന്ന് എനിക്കറിയാം. അത് സുധി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, സുധിയുടെ അച്ഛനെ നിങ്ങൾ കബളിപ്പിച്ചതല്ലെന്ന്. നിങ്ങൾ കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കണ്ട കാര്യം ഞാൻ ആരോടും പറയില്ല. ഇത് നിരഞ്ജന തരുന്ന വാക്കാണ്. മാഡം, ആ പ്രശ്നങ്ങളൊക്കെ ആര് തണുത്തതാണ്? മാഡം എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരവും ഉണ്ട്. നിങ്ങൾ പറഞ്ഞെന്ന് കരുതി ഞാൻ സുധിയോട് പിണങ്ങിപ്പോവില്ല. അതിന്റെ പഴി നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. ഇനിയും നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണാനല്ല വരുന്നത്, നിങ്ങളുടെ കുടുംബത്തെ കാണാനാ. അങ്ങ് റോസ്മലയിലേക്ക്. എനിക്കറിയാത്തതായി ഒന്നുമില്ലെന്ന് ഇപ്പൊ രാജപ്പന് മനസ്സിലായില്ലേ? മാഡം, ഉപദ്രവിക്കരുത്, അപേക്ഷയാണ്. അർച്ചന സുധിയിൽ നിന്നും പ്രഗ്നന്റ് ആയത് സത്യമാണെന്ന് ഇപ്പൊ രാജപ്പ സമ്മതിച്ചു കഴിഞ്ഞു. അബോർഷൻ കഴിയാതെയാണ് അവളുടെ കല്യാണം നടത്തിയത്. അത് പറയാം. അബോർഷൻ കഴിഞ്ഞിട്ടാ. മാഡം, ഇതിന്റെ പേരിൽ സൗകര്യക്കേട് ഉണ്ടാക്കരുത്. പിന്നെന്തിനാ സുധിയുടെ അച്ഛൻ ചോദിച്ചപ്പോ നിങ്ങൾ മാറ്റി പറഞ്ഞത്? അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി വിശ്വനാഥൻ സാറെ ഞാൻ അവളുടെ അടുത്തേക്ക് കൊണ്ടുവേണ്ടി വരും. സന്തോഷത്തോടെ ജീവിക്കുക അവള്. ആ കുടുംബം തകർന്നു പോകാതിരിക്കാനാ മാറ്റി പറഞ്ഞത്. ഞാനിത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. കാരണം വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല നിങ്ങൾ. മാഡത്തിന് എങ്ങനെ വേണമെങ്കിലും കരുതാം. ശരി, നിങ്ങൾ എന്നെ അർച്ചനയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകണം. സുധിയുടെ ഭാര്യയാ ഞാനെന്ന് പറയില്ല. നിങ്ങളുടെ ഏതെങ്കിലും കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റാന്ന് പറഞ്ഞാൽ മതി. വെറുതെ വരണ്ട. അതിനുള്ള പ്രതിഫലം ഞാൻ തരും. അർച്ചനയൊന്നും അറിയാനും പോകുന്നില്ല. അപ്പോ ഒരിക്കൽ കൂടി നമ്മൾ കാണും. അത് അർച്ചനെ കാണാൻ പോകുമ്പോഴായിരിക്കും. ഇപ്പൊ രാജപ്പൻ പൊയ്ക്കോ. ഇതൊരു കഷ്ടം തന്നെയാ. അവനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? അവനിങ്ങോട്ട് വരട്ടെ. പച്ച കള്ളോ അവൻ പറഞ്ഞത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം. എന്താ ചേച്ചി? വണ്ടി കേടായെന്ന് നീ പറഞ്ഞത് കള്ളവല്ലേടാ? അല്ല ചേച്ചി, ഗിയർ ബോക്സിന്റെ കംപ്ലൈന്റാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? നിനക്കതിനിടയിൽ വേറെ ഏതോ ഓട്ടം കിട്ടി. നീ ആ വഴിക്ക് പോയി. എന്നിട്ട് വണ്ടി കേടായെന്നൊരു നുണയും. ഞാൻ എന്തിനാ ചേച്ചിയോട് നുണ പറയുന്നേ? എന്റെ അടുത്ത് വെളച്ചിൽ കാണിക്കല്ലേടാ. ഡിസ്ചാർജായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ എത്രയെന്ന് അറിയാമോ നിനക്ക്? 3 മണിക്ക് വരാമെന്ന് പറഞ്ഞവൻ മുഴുവൻ ഓട്ടവും കഴിഞ്ഞിട്ട് രാത്രി കയറി വന്നിരിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ വന്ന എന്നെ ഇങ്ങനെ തന്നെ കുറ്റം പറയണം? ചുമ്മാതൊന്നും അല്ലല്ലോ. നിനക്ക് കാശ് തന്നിട്ടില്ലേ? വേണ്ട ചേച്ചി, വഴക്കൊന്നും വേണ്ട. ഇതിങ്ങനെ വിട്ടുകൊടുത്താ ഇവനൊരു ശീലമാകും. ഇത്രയും നേരം സഹിച്ചു. നിങ്ങളുടെ കുറ്റം പറച്ചിൽ കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. താക്കോല് തന്നിട്ട് ഞാനങ്ങ് പോവും. ഈ പണി ഇന്നത്തോടെ മതി. പോട്ടെ ആംബ്രോസേട്ടാ, നമുക്ക് പോവാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ കാത്തിരിക്കുമ്പോളാ ഇവന്റെ ഒരു ന്യായീകരണം. നീ ഒരു കാര്യം ചെയ്യ്, ഈ ബാഗ് എടുത്തോണ്ട് വണ്ടിക്കകത്ത് വെക്കാൻ നോക്ക്. പോ. നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്നേ. മോനുവേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. വേറൊന്നും എടുക്കാനില്ലല്ലോ ചേച്ചി? ഒന്നുമില്ല, നീ പോ, നടക്ക. നമുക്ക് പോവാം. നീ
പോ. നീ പോയി വണ്ടിയെ കയറി പെണ്ണേ പോ. ചേച്ചി നീ കേറി. ആംബ്രോസേ വണ്ടി എടുക്കടാ. വിട്ടോ. മോനുവേ കരയാതടാ. ചക്കരക്കുട്ടാ കരയാതടാ. ചക്കരക്കുട്ടോ നമ്മളങ്ങ് വീട്ടിൽ പോവല്ലയോ കരയാതെ. മോനുവേ നീ മോന് പേര് വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോടി അച്ഛനെ? ആൺകുട്ടിയായിരിക്കുമെന്ന് ചന്ദ്രേച്ചേച്ചി ഒരു ഊഹം വെച്ച് പറഞ്ഞിരുന്നു. ചിന്നു ഉണ്ണിക്കുട്ടനെന്ന് വിളിക്കുകയും ചെയ്തു. വീട്ടിൽ വിളിക്കാൻ അതൊക്കെ മതി. ഉണ്ണിക്കുട്ടാ മോനെ ഉണ്ണിക്കുട്ടാ. ചന്ദ്രേച്ചേച്ചിയുടെ വീട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്? അതെ, ഞാൻ നിന്നെ വിട്ടിട്ട് രാത്രി തന്നെ തിരിച്ചു പോകും. പിന്നെ നാളെ ചങ്ങനാശ്ശേരിക്ക് പോണം. ആ കാലമാടൻ ചെവള എത്തുന്നതിന് മുമ്പേ നമുക്ക് സ്ഥലം വിടണം. കരയല്ലേ മുത്തേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഹലോ, പറയടാ. ഞങ്ങളെ പിന്നാലെയുണ്ട്. അധിക ദൂരമൊന്നും പോവരുത്. ശരി. ആളൊഴിഞ്ഞ സ്ഥലമെത്തിയാ പറഞ്ഞതുപോലെ ചെയ്യണം. കാര്യം നടന്ന ശേഷം നീ എന്നെ വിളിക്ക്. ചേച്ചി, ഒരു വണ്ടി നമ്മുടെ പിന്നാലെയുണ്ട്. റോഡിൽ പിന്നെ വണ്ടിയൊക്കെ കാണത്തില്ലടാ. അതല്ല ചേച്ചി, കുറെ സമയമായി അത് പുറകിൽ നിന്ന് കളിക്കുക. ഞാൻ സൈഡ് കൊടുത്തിട്ട് കേറി പോന്നില്ല. ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്, സ്പീഡ് കുറച്ച് വിട്. വണ്ടി കയറി പോവോന്ന് നോക്കാം. ചേച്ചി, നമ്മളെ ആരെങ്കിലും കണ്ടു കാണുമോ? നീ ധൈര്യമായിട്ടിരിക്കെ. ചിലപ്പം അത് ഇവന്റെ തോന്നലാവും. ചേച്ചി, അവര് കേറി പോന്നില്ല. അവര് സ്പീഡ് കുറച്ചു. അങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോടാ. അവര് ചന്ദ്രയുടെ വീട് വരെ വരത്തില്ലയോ? ചേച്ചി, നെടുമങ്ങാട് എന്നിട്ട് നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം. എന്നാ ഒരു കാര്യം ചെയ്ത് നീ കത്തിച്ചു വിട്. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. എട്ടി ഞാനില്ലേ നിന്റെ കൂടെ? നീ ധൈര്യമായിട്ടിരിക്കെ. എടാ വേഗം പോടാ ആംബ്രോസേ. നെടുമങ്ങാട് ചെന്നിട്ട് ടൗണിൽ നിർത്തിയിട്. പിന്നെ അവരെന്ത് ചെയ്യും നോക്കാം. ആംബ്രോസേ, ആരാടാ അത്? എന്താ എന്താ കാര്യം? എങ്ങോട്ടും മാറിയേക്കണം. കുഞ്ഞിനെടുക്കും. തരാനാ പറഞ്ഞത്. അയ്യോ ചേച്ചി, ആംബ്രോസേ വന്ന് പിടിക്കടാ. ആംബ്രോസേ പിടിക്ക്, പിടിക്കടാ, പിടിക്കടാ അങ്ങോട്ട് പതുക്കെ. അയ്യോ, കൊണ്ടുപോടാ പതുക്കെ അങ്ങോട്ട് കൊണ്ടുപോ. ചവിട്ടി വിടറാ.
പറയടാ, പറ ഷിബു. കുഞ്ഞിപ്പോ ഞങ്ങളുടെ കയ്യിലാ. വണ്ടി നേരെ മധുരയ്ക്ക് വിട്ടു. വഴിയിൽ ഒരിടത്ത് നിർത്തരുത്. മധുര എത്താതെ ആരും വണ്ടി നിറങ്ങാനും പാടില്ല. ഇല്ല. വഴിക്ക് പോലീസ് കൈ കാണിച്ചാൽ നിർത്തണ്ട. ചെക്ക് പോസ്റ്റ് കടക്കാതെ വേണം തമിഴ്നാട്ടിൽ കയറാൻ. ആ റൂട്ടൊക്കെ എനിക്കറിയാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. മധുര എത്തുമ്പോ നീ എന്നെ വിളിക്കേ. ആ, വിളിക്കാം. ഒന്ന് വേഗം വിടടാ ആംബ്രോസേ. ചേച്ചി, അവൾ ഇതുവരെ കണ്ണു തുറന്നില്ലല്ലോ. അവള് കിടന്ന് ഉറങ്ങട്ടടാ. ചേച്ചി ബോധം പോയി കിടക്കുക. അങ്ങനെ കിടന്ന വല്ല കുഴപ്പം വരില്ലേ? എന്ത് കുഴപ്പം വരാനാടാ? ആ ഷോക്കിൽ ഇവള് ചിലപ്പോ തട്ടിപ്പോയെന്നും വരും. എന്നാ ചവളയുടെ കാശ് പോയി. എന്നാലും പുറകിൽ പോലീസുകാർ വല്ലതും വരുന്നുണ്ടോന്നാ എന്റെ പേടി. ചേച്ചി കരുതുന്ന പോലല്ല കാര്യങ്ങള്. ഇവക്കാണെങ്കിൽ തീരെ ആരോഗ്യമില്ല. നീ വണ്ടി പെട്ടെന്നൊന്ന് ചവിട്ടി വിടാൻ നോക്കടാ. ഇവൾ ഉണരുന്നതിന് മുമ്പേ നമുക്ക് വീട്ടിലെത്തണം. സാർ, പോലീസ് ചെക്ക് ചെയ്ത പണി പാടും. അതാ ഞാൻ മറ്റേ വഴി പോകാൻ പറഞ്ഞത്. ഇനിയിപ്പോ തിരിച്ചു പോവാം. ജെയിംസ്, ആ വണ്ടി ശ്രദ്ധിച്ചോ? എന്തോ പന്ത് കേടുള്ളതുപോലെ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി തടഞ്ഞാ ഇടിച്ച് തെറിപ്പിക്കും ഞാൻ.